ജിന്നും സിഹറുമെടുത്തു പിടിച്ചിസ്ലാഹി പ്രസ്ഥാനത്തിൽ കുഴപ്പം വിതറിയതാരാണെന്നതോർക്കണേ. സലഫിയത്ത് തകർത്ത് തരിപ്പണമാക്കി ഇഖ്വാനിയത്ത് പകരമതാക്കി മാറ്റണമെന്ന മോഹമേ. പൂർണ്ണമായ വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായ വിജയം കിട്ടിയില്ല, അത് അൻകൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം തൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിപരിഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യമുള്ള ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്ന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ എല്ലാം അറിയാം. കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. ജിന്നും സിഹറുമെടുത്തു പിടിച്ചിസ്ലാഹി പ്രസ്ഥാനത്തിൽ കുഴപ്പം വിതറിയതാരാണെന്നതോർക്കണേ. സലഫിയത്ത് തകർത്ത് തരിപ്പണമാക്കി ഇഖ്വാനിയത്ത് പകരമതാക്കി മാറ്റണമെന്ന മോഹമേ. സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ലാന്ന് ഹനീഫ കായക്കൊടിയിലെഴുത്തിയിട്ടാണ് അഹ്സനിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. കേട്ടോക്കി നിങ്ങൾ. ആ വാദം നിങ്ങളുടെ മർമ്മത്താണ് പിടിച്ചിരിക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് മൗലവി ഉരുണ്ട് കളിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒറ്റ വ്യത്യാസമില്ല. അവിടെ ഇപ്പൊ തർക്കിക്കുന്നത് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ ചെറുക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നയെ മലക്കയെ സഹായിക്കണേ എന്ന് പറയുന്നത് ചെറുക്കല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറ, ഞങ്ങൾ തെളിവ് ധരിക്കും. അപ്പൊ എന്തായി? ജിന്നയെ സഹായിക്കണേ. പണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഉമർ മൗലവി അടക്കം എഴുതിവിട്ടത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള മുഴുവൻ സഹായം ചെറുക്കാണ്. അതുകൊണ്ട് അഭൗതിക ശക്തികളോട് സഹായം തേടാൻ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ സർവ്വ മൗലവിമാരും പറ്റുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ എന്ന് പറയുന്ന വാചകത്തെ എന്ത് കാരണം കൊണ്ടായിരുന്നു ചെറുക്കാക്കിയത്? അതേ കാരണം ഇന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ വാദം തീർത്തു. വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞങ്ങള് മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് തേടൽ ചെറുക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നിനോട് തേടൽ ചെറുക്കല്ല. രണ്ടും ഇപ്പോ കാര്യമായ വ്യത്യാസമില്ലാത്ത രൂപത്തിലേക്ക് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് കാലം വരെ പറഞ്ഞ വാദത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ജിന്നിനോട് തേടൽ ചെറുക്കാണെന്നാണ് നിങ്ങളെ വാദം എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെ തൗഹീദ് തെറ്റിയെന്നും അത് പേച്ചു എന്നും ഞങ്ങൾ പറയുമ്പോ അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത തകർച്ചയാണെന്ന് കായക്കൊടി മൗലവി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദയനീയമായൊരു രംഗം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ തന്നെ അഭൗതിക സഹായം അള്ളാനോട് മാത്രം എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ തന്നെ അഭൗതിക സഹായം അല്ലാത്തവരോടും തേടാം, അത് ശിർക്കല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചുവിടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറാകാതെ പിന്മാറും. പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിടിച്ചുകെട്ടുകയാണ്, സമ്മതിക്കൂല. ഇങ്ങനെ ഒരു വാദപ്രതിവാദം കേരളത്തിൽ നടക്കട്ടെ. നിങ്ങളെ പഴയകാല തൗഹീദിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇല്ല, നിങ്ങൾ തെളിയിക്കൂ. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ഞാൻ ചോദിക്കട്ടെ, കുളത്തിൽ വീണത് ഹനീഫ മൗലവിയാണെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുകയാണ്. മക്കാ മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ ഓർമ്മ വരുന്ന സന്ദർഭം എന്നാണല്ലോ മുജാഹിദുകൾ പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എന്താ ചിന്തിക്കുകയാണ്? ഇവിടെ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, മലക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. എന്തായാലും മലക്കുകൾ ഉണ്ടാകുമല്ലോ. മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ നിർവചനം അനുസരിച്ച്, പുതിയ നിർവചനം എന്താ? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് തന്നെയാണിത്. കാരണം ജിന്നിനൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. എത്ര ജിന്നുകൾ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്.
ഞാൻ ചോദിച്ചത് ജിന്നോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അല്ല, എന്ത് തൗഹീദാണ് മുജാഹിദുകളെ നിങ്ങളെ തൗഹീദ്? മമ്പർത്ത തങ്ങൾ വിളിച്ചാൽ ശിർക്ക്, എന്നാലോ ഈ വിപരീത ജിന്നിനെ വിളിച്ചാൽ തൗഹീദ്. എന്ത് തൗഹീദാ? സംവാദത്തിൽ ഇപ്പോഴും എന്നിട്ട് മുസ്ലിംമാര് ചോദിച്ചു നടക്കുന്നു, ആ പണ്ടൊക്കെ മനുഷ്യ കഴിവായിരുന്നില്ലേ, ഇപ്പൊ സൃഷ്ടികളുടെ കഴിവായില്ലേ, ജിന്നിനെ പറ്റി മറുപടി പറഞ്ഞില്ലല്ലോ എന്നാണ്. ചില മടവൂരികളുണ്ട് കൂട്ടത്തിൽ. വർഷം 10 മുമ്പേ തന്നെ തുടങ്ങി വെച്ച് കാപട്യം, ഘട്ടം ഘട്ടമതായി തന്നെ നടപ്പിലാക്കാൻ താൽപര്യം. വർഷം 10 മുമ്പേ തന്നെ തുടങ്ങി വെച്ച് കാപട്യം, ഘട്ടം ഘട്ടമതായി തന്നെ നടപ്പിലാക്കാൻ താൽപര്യം. കണ്ടുപിടിച്ചു ഈ ചതി കൊണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു ഈ ചതി കൊണ്ടുപിടിച്ചു. കാരണം ജിന്നെ രക്ഷിക്കണേ, പുഴയിൽ വീണ മൗലവി വിളിച്ചു പറയുകയാണ്. സർക്കാരൻ നേരിടണമെങ്കിൽ ധൈര്യമുണ്ടോ? ഹയ്യും ഖാദിറും ഹാദിറുമായ ഒരു ജിന്നിനെ വിളിച്ചു ജിന്നേ ശൈത്താനെ ഇഫ്രീത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ കുട്ടിയിലുണ്ടോ? വെല്ലുവിളിക്കുന്നു. എന്തിനാണോ നിങ്ങളെ പറ്റല്? ഞങ്ങളെ ചോദ്യ പുഴയിൽ വീണ മൗലവി ഹയ്യും ഖാദിറും ഹാദിറുമായ ഇഫ്രീത്തിനെ വിളിച്ച ശിർക്കാണല്ലേ? പറയാണ്ട് ജിന്നും സിഹറും എടുത്തു പിടിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കുഴപ്പം വിതറിയതാരാണെന്നതോർക്കണേ. സലഫിയത്ത് തകർത്ത് തരിപ്പണമാക്കി ഇഖ്വാനിയത്ത് പകരമതാക്കി മാറ്റണമെന്ന മോഹമേ. അങ്ങനെ വാദപ്രതിവാദത്തിന് വിഷയം എഴുതിയിട്ട് കരാർ നിശ്ചയിക്കുവാൻ വേണ്ടി ഒരു വീട്ടിൽ കൂടിയപ്പോ ചില അഹ്സരിമാരാണ് കരാർ എഴുതാൻ വേണ്ടി വന്നത്. അവർക്ക് ആ വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല, വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമില്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോയവരാണ്. അള്ളയല്ലാത്തൊരു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്, ജിന്നോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല, എഴുതാൻ തയ്യാറുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് വരെ മാറ്റമുണ്ടായിട്ടില്ല, ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞു. വ്യവസ്ഥ എഴുതാനാണല്ലോ ഇരിക്കുന്നത്. വ്യവസ്ഥ ഇത് സംവാദമല്ല. തിരിഞ്ഞിട്ടില്ല അല്ലേ? തിരിഞ്ഞിട്ടില്ല. ഇത് സംവാദമല്ല, സംവാദ വ്യവസ്ഥയുടെ ചർച്ചയാണ്. നിങ്ങൾ എവിടെ പോയാലും അതേ കുറ്റിയിൽ തന്നെ നിങ്ങളെ കെട്ടും. ഇത് കുറെ കണ്ടതാണല്ലോ, കുറെ കണ്ടതാണ്. നിങ്ങൾ എങ്ങോട്ട് തെന്നി മാറിയാലും അവിടെയെല്ലാം നിങ്ങൾ പിടിച്ചു കെട്ടും. സംവാദ വ്യവസ്ഥയാണ് ഇത്, സംവാദ വ്യവസ്ഥ ചർച്ചയാണ്. സംവാദത്തിലേക്ക് വാ, എന്നിട്ട് നിങ്ങൾ ഉദ്ധരിക്ക്, അവിടെ നമുക്ക് മറുപടി തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മുജാഹിദ് പ്രവർത്തകരുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ സഹോദര തൗഹീദ് പൊളിയൂല. ഇതങ്ങനെ മൺകട്ടയം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമല്ല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതേ തൗഹീദിൽ വള്ളി പുള്ളി മാറാതെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങള്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല, എഴുതാൻ തയ്യാറുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് വരെ മാറ്റമുണ്ടായിട്ടില്ല, ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അള്ള മതി എന്ന് പറയാൻ ഓരോ സുന്നിക്കും കഴിയണം. അതിനാണ് ഞങ്ങൾ വാദപ്രയോഗം നടത്തുന്നത്. അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്? യായ്ബാദുള്ള തെളിവിന് പറ്റൂല എന്ന് പറയുന്നത്. അതുകൊണ്ട് മൺമറഞ്ഞു പോയ മഹാന്മാരോടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മഹാന്മാരോടാണെങ്കിലും യഥാർത്ഥ ദുആ ആകുന്ന ഇസ്തിഗാസ പറ്റുകയില്ല. അത് ശിർക്കാണ്. അതല്ല ഈ ഹസ്ബി അല്ലാഹു എന്ന് പറഞ്ഞത് നേവിമാമിന് മനസ്സിലായില്ലേ? എന്നിട്ടും എന്തേ നേവിമാമ് യായിബാദല്ല വിളിച്ചത്? എന്നിട്ട് എന്തെങ്ങൾ നേവിമാമിനെ മുശ്രിക്കാക്കാത്തത്? അപ്പൊ എന്താ ഹസ്ബി അല്ല നേവിമാമിനും തിരിഞ്ഞിക്കണ്, നേവിമാമിനെ ഇത്തിബായിണ സുന്യാക്കും തിരിഞ്ഞിക്കണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ആ ആയത്ത് ഇമാം നബവിക്ക് തിരിഞ്ഞില്ലേ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന് തിരിഞ്ഞില്ലേ എന്നൊക്കെ സഖാഫി ചോദിക്കുന്നത്. വാസ്തവത്തിൽ സർവ ഇമാമിയങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി വിശദീകരിച്ചിട്ടുണ്ട്. ആ ഇമാമിയങ്ങൾ ആരെങ്കിലും ഇത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം തേടാൻ പറ്റിയതാണെങ്കിൽ ആ തെളിവ് ഉദ്ധരിക്കണം. ഇവിടെയല്ല, ആ സംവാദവേദിയിൽ.
സംവാദം നടക്കരുത് എന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയണ കേൾക്കണം, വാദപ്രതിവാദത്തിൽ തെളിവുദ്ധരിക്കണം. എന്തെങ്കിലും പറയുമ്പോ അവിടെ നിന്ന് കുശുകുശുക്ക, കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയാ. ശ്രദ്ധിക്കും സഖാഫി മുസ്ലിം. വാസ്തവത്തിൽ സർവ്വ ഇമാമിയങ്ങളും മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞ മനുഷ്യനാ. അദ്ദേഹം പറയുന്നു ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും നീ വിബൽ ഘട്ടങ്ങളിൽ ആവലാതി ബോധിപ്പിക്കല്ലേ. സർവ്വ ഇമാമിയങ്ങളും മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞ മനുഷ്യനാ. അദ്ദേഹം പറയുന്നു ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും നീ വിബൽ ഘട്ടങ്ങളിൽ ആവലാതി ബോധിപ്പിക്കല്ലേ. ഫദാലിക ഇശ്റാകും മിൻക ബിഹി. അത് നിന്നിൽ നിന്ന് വരുന്ന ശിർക്കാകുന്നു. അത് സക്കരിയ സ്വലാഹി പറഞ്ഞതല്ല, ലബ്ബദാരിമി പറയുന്നതല്ല, ഉമർ മൗലവി പറഞ്ഞതല്ല, സാക്ഷാൽ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരാളോടും സഹായം തേടരുത് എന്ന് പറഞ്ഞത് തേടിയ ശിർക്കാവും എന്നുള്ള അർത്ഥത്തിനാണോ? അപ്പൊ ജിന്നിനോട് തേടിയ ശിർക്കാവോ? മലക്കിനോട് തേടിയ ശിർക്കാവോ? ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? അള്ളാഹു അല്ലാത്ത ഒരാളോട് തേടിയാൽ ആ തേട്ടം ശിർക്കാകുമെന്ന അർത്ഥത്തിനാണോ? എന്നാൽ ജിന്നെ ശിർക്കാണോ മലക് ആണോ? പിന്നെ എന്തിനാ ശിർക്കാണോല്ലോ ജിന്നെ? ജിന്നെ ശിർക്കാണോ മലക് ആണോ? പിന്നെ എന്തിനാ ശിർക്കാണോല്ലോ ജിന്നെ? ജിന്നെ ശിർക്കാണോ മലക് ആണോ? പിന്നെ എന്തിനാ ശിർക്കാണോല്ലോ ജിന്നെ? ശിർക്കാണോല്ലോ ജിന്നെ? ശിർക്കാണോല്ലോ ജിന്നെ? കൊണ്ടുപിടിച്ച് സുലാഹി മക്കൾ തന്നെ ആദർശത്താൽ നേരിട്ടു. അത്ഭുതമായ വളർച്ചകളാൽ ഇസ്ലാഹി ആദർശങ്ങൾ തുളഞ്ഞുകേറി ഖുറാഫാത്തിന്റെ കൂട്ടമേ. അതിന്റെ ചില ഭാഗങ്ങൾ അഹ്സനി പ്രസംഗിക്കുന്ന ഭാഗങ്ങൾ കഷ്ടിച്ചെടുത്ത് നാട് നീളെ കണ്ടോ മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന് ഇതാ അഹ്സനിമാർ പോലും പറയുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അഹ്സനി പറയുകയാണ്. അഹ്സനി പറഞ്ഞതാണോ മുജാഹിദുകളുടെ വാദം? അയാൾ എന്തൊക്കെ പറയും? അത് മുജാഹിദുകളുടെ വാദമാണോ? ഞങ്ങളുടെ വാദം മറച്ചു വെച്ചിട്ട് നാട് നീളെ പ്രചരിപ്പിച്ചു നടന്നു നിങ്ങൾ ഇല്ലേ? അതുപോലെ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മുറിച്ചുകൊണ്ട് നിങ്ങൾ നാട് നീളെ നടന്നു ഇല്ലേ? പക്ഷെ ഇപ്പോഴും നിങ്ങൾ മുറിക്കുകയാണ്. ജിന്നിനെ പറ്റി മറുപടി പറഞ്ഞില്ലല്ലോ എന്നാണ്. ജിന്ന് കൂടിയ രണ്ടു കൂട്ടരാണ്. അവർക്ക് ജിന്നില്ലാതെ ഒരു സംഗതി ഇപ്പൊ നടക്കാത്ത കോലത്തിലാണുള്ളത് അല്ലേ? ജിന്നുമായി കുറെ കാലം രംഗത്ത് വന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ രംഗത്ത് വന്നൊരു 3 ഖണ്ഡന പ്രസംഗം നടത്തിയതോടുകൂടി ജിന്നുമായി മാളത്തിൽ ഒളിച്ചിരുന്നു മടവൂരികൾ. ഇപ്പൊ ആലുവ സംവാദം കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുക, എന്താ ജിന്നിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ മറുപടി അറിഞ്ഞ്? ഓല് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി അറിയാൻ പോയതല്ല ഞങ്ങള്. കൃത്യമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് പോയതാ. മുസ്ലിംമാരെന്തിനാ ജിന്നെടുത്തിട്ടത്? അത് ഞങ്ങൾക്കറിയാം. അതിനെപ്പറ്റി പറഞ്ഞാൽ ഈ വ്യവസ്ഥയിൽ നിന്ന് തെന്നിമാറി രക്ഷപ്പെടാമെന്നതായിരുന്നു. അതിന്റെ നിരാശ പലപ്പോഴായി മുസ്ലിയാക്കന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ജിന്നിനെ പറ്റി മിണ്ടാത്തത്? അത് മിണ്ടാനല്ലോ നമ്മളവിടെ പോയത്. പിന്നെ സംവാദം ഭയങ്കര പരാജയമായിരുന്നു. ആര്? അത്ഭുതമായ വളർച്ചകളാൽ ഇസ്ലാഹി ആദർശങ്ങൾ തുളഞ്ഞുകേറി ഖുറാഫാത്തിന്റെ കൂട്ടമേ. ജിന്നും സിഹറും ആദർശത്തിൻ മുന്നിൽ തട്ടി തകർന്ന വാദം പലതില്ലേ? സ്വമതീയത്തെന്നോലപ്പാമ്പ് ഓടി ഒളിച്ചത് കണ്ടില്ലേ? ആദർശത്തിൻ മുന്നിൽ തട്ടി തകർന്ന വാദം പലതില്ലേ? സ്വമതീയത്തെന്നോലപ്പാമ്പ് ഓടി ഒളിച്ചത് കണ്ടില്ലേ? സലഫിയത്തിന്റെ മുന്നിൽ ചെന്ന് പതറുന്ന സബബിയത്ത് വാദമേ. ഭൗതികം അഭൗതികം എന്ന തിരിമറി പഠിച്ചില്ലേ സലഫികൾ യാ അല്ലാഹ്? പഠിച്ചില്ലേ സലഫികൾ യാ അല്ലാഹ്?